നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ എ ബി എബ്രഹാം. ഞാൻ BPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഡയറക്ടർ ഓഫ് നെഫ്രോളജി ആൻഡ് റീനൽ ട്രാൻസ്പ്ലാന്റ് സർവീസായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ പറ്റിയാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നത് അഡ്വാൻസ് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന അസുഖം വരുന്നവർക്കാണ്. ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വൃക്കകളുടെ വിട്ടുമാറാത്ത പരാജയമാണ്. ഇതൊരു കിഡ്നിയുടെ പ്രവർത്തനം ഒരു 10% താഴേക്ക് വരുമ്പോഴാണ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ അഡ്വാൻസ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുമ്പോഴാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഡയാലിസിസ് വേണ്ടി വരുന്നത്. ഇതിന് റീനൽ റീപ്ലേസ്മെൻറ്റ് തെറപ്പി എന്ന് പറയും. കിഡ്നിക്ക് പല ഫങ്ഷൻസ് ഉണ്ട്. കിഡ്നിയുടെ പ്രധാന ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പ്രോഡക്ട്സ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇത് കൂടാതെ തന്നെ കിഡ്നിക്ക് വേറെ പല ഫങ്ഷൻസ് ഉണ്ട്. അതായത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക, ശരീരത്തിലുള്ള എക്സസ് ഫ്ലൂയിഡിനെ റിമൂവ് ചെയ്യുക, കാൽസ്യം മെറ്റബോളിസം കൺട്രോൾ ചെയ്യുക, ശരീരത്തിൽ ബ്ലഡ് ഉണ്ടാകാൻ ആവശ്യമായ എറിത്രോപോയറ്റിൻ എന്നൊരു ഹോർമോൺ ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ പല എക്സ്ക്രീഷൻ കൂടാതെ തന്നെ ഇങ്ങനെ പല ഫങ്ഷൻസും കിഡ്നിക്കുണ്ട്. അപ്പോൾ ഡയാലിസിസ് മാത്രം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അഡ്വാൻസ് കിഡ്നി ഫെയിലിയർ വരുന്നവർക്ക് എപ്പോഴും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ് എപ്പോഴും ഐഡിയൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സാധിക്കാത്തത്? അതായത് ക്രോണിക് കിഡ്നി ഡിസീസ് വരുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ട്രാൻസ്പ്ലാന്റേഷന് പോകാനായിട്ട് സാധിക്കും. പക്ഷേ ചുരുക്കം ചില കാറ്റഗറി ആൾക്കാർക്ക് ഇതിന് പറ്റില്ല. ഒന്ന്, ഒരു അഡ്വാൻസ് മാലിഗ്നൻസി അവർക്കുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യാറ്. രണ്ട്, ഒരു കറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഹാർട്ടിൻ്റെ അസുഖമുണ്ട്. പിന്നെ സിവിയർ ക്രോണിക് ഇൻഫെക്ഷൻ ഉണ്ട്. ആ ഇൻഫെക്ഷൻ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് മാറുന്നില്ല, ഇൻഫെക്ഷൻ കൺട്രോൾഡ് അല്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും ട്രാൻസ്പ്ലാന്റേഷൻ അഡ്വൈസബിൾ അല്ല. ഡിമെൻഷ്യ ഉണ്ടെങ്കിൽ, തീരെ ഓർമ്മയില്ല, അപ്പോൾ ഇങ്ങനെയുള്ളവരൊന്നും മരുന്ന് കഴിക്കില്ല, അപ്പോൾ അങ്ങനെയുള്ളവർക്കും ട്രാൻസ്പ്ലാന്റ് അഡ്വൈസബിൾ അല്ല. അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ്, മയക്കുമരുന്നുകളുടെ ഉപയോഗമുള്ളവർ, അതുപോലെ ആൽക്കഹോൾ കണ്ടമാനം യൂസ് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവർക്കും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ റെക്കമെൻഡഡ് അല്ല. അല്ലാത്ത ആളുകൾക്ക് കിഡ്നി ഫെയിലിയർക്ക് വരുമ്പോൾ സാധാരണ ഏറ്റവും റെക്കമെൻഡഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടൊരു കിഡ്നി വേണം. ഇതിൻ്റെ ഒരു സോഴ്സ് ഒരു ലൈവ് പേഴ്സൺ ആകാം, ഒരു ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള വേറൊരു ആളാകാം. ഇപ്പോൾ ആക്സിഡൻ്റ് ആയിട്ടോ മറ്റസുഖമായിട്ട് അഡ്മിറ്റായിട്ട് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കുന്ന മറ്റൊരാളിൽ നിന്നും ആകാം. നമുക്ക് 2 കിഡ്നികളുണ്ടെങ്കിലും ഒരു കിഡ്നി വെച്ചാൽ മതിയാവും. ഈ ഒരു കിഡ്നി കൊണ്ട് തന്നെ 2 കിഡ്നിയുടെ ഫങ്ഷൻ അത്യാവശ്യം നടക്കും. അതുകൊണ്ട് 2 കിഡ്നിയും ഫെയിലാണെങ്കിൽ തന്നെയും ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഒരു കിഡ്നി വെച്ചാൽ മതിയാവും. എപ്പോഴും പോസിബിൾ ആണെങ്കിൽ ലൈവ് ഡോണർ ട്രാൻസ്പ്ലാന്റ്, അതായത് ജീവിച്ചിരിക്കുന്ന ഒരാളിൽ നിന്നുള്ള കിഡ്നി ആയിരിക്കും എപ്പോഴും ഡിസീസ് ഡോണർ ട്രാൻസ്പ്ലാന്റ്, അതായത് മരിച്ച ഒരാളിൽ നിന്നുള്ള കിഡ്നിയേക്കാളും ഫങ്ഷന് കുറച്ചുകൂടെ ബെറ്റർ ആവുക. അതുകൊണ്ട് എപ്പോഴും അതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മുമ്പായിട്ട് ചെയ്യേണ്ടത്? പലതരത്തിലുള്ള ടെസ്റ്റും കാര്യങ്ങളെല്ലാം ആവശ്യമാണ്. അപ്പോൾ പേഷ്യൻസിൻ്റെ ഹെൽത്ത് ഒന്ന് കറക്റ്റാക്കുക. കിഡ്നി ഫെയിലിയർ സിവിയർ ആയിട്ടുണ്ടെങ്കിൽ അവരെ ഡയാലിസിസ് ചെയ്ത് അവരുടെ യൂറീമിക് സിംറ്റംസ് കുറയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്പ്ലാന്റേഷൻ മുമ്പ് നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ പ്രീഎംപ്റ്റീവ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുണ്ട്. അതായത് ഇത് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, അതായത് കിഡ്നി ഫെയിലിയർ കണ്ടമാനം അഡ്വാൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റിനാണ് പ്രീഎംപ്റ്റീവ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. പ്രീഎംപ്റ്റീവ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഈ ക്രോണിക് കിഡ്നി ഫെയിലിയറിൻ്റെ കോംപ്ലിക്കേഷൻസ് പലപ്പോഴും നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ പലർക്കും ഇത് സാധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ആൾക്കാർക്ക് ഡയാലിസിസ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടി വരും. ഡയാലിസിസ് തുടങ്ങിയിട്ട് അവരെ യൂറിയ ക്രിയാറ്റിൻ ലെവലെല്ലാം കറക്റ്റ് ലെവലിൽ നിർത്തേണ്ടതായിട്ട് വരും. പിന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് എറിത്രോപോയറ്റിൻ പോലുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്. കഴിയുന്നിടത്തോളം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സെൻസിറ്റൈസിങ് ഈവൻറ്റ്സ് ഉണ്ടാകും, അതായത് ആൻറ്റിബോഡി ഫോർമേഷൻ ഉണ്ടാകാം. ഈ ആൻറ്റിബോഡീസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഫ്യൂച്ചർ ട്രാൻസ്പ്ലാന്റേഷനെ അത് ബാധിക്കാവുന്നതാണ്. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, സാധാരണ സെയിം അല്ലെങ്കിൽ കമ്പാറ്റബിൾ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളായിരിക്കും എപ്പോഴും നല്ലത്. അതായത് O ഗ്രൂപ്പുള്ള ഡോണർ ആർക്കും ചേരും. അതുപോലെ AB ഗ്രൂപ്പുള്ള പേഷ്യൻറ്റിന് ഏത് കിഡ്നി സ്വീകരിക്കാനായിട്ട് സാധിക്കും. RH വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ AB ഗ്രൂപ്പുള്ളൊരു പേഷ്യൻറ്റിന് ഏത് തരത്തിലുള്ള കിഡ്നി സ്വീകരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ O ഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊരു റെസിപ്പിയൻറ്റിന് കിഡ്നി കൊടുക്കാനായിട്ടും സാധിക്കും.
അക്രോസ് ദ ബ്ലഡ് ഗ്രൂപ്പും ബ്ലഡ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാറുണ്ട്. അതായത് ബ്ലഡ് ഗ്രൂപ്പ് വേറെയാണെങ്കിൽ, അതായത് ബി ഉള്ള ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾക്ക് എ ഉള്ള ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ ചില സ്പെസിഫിക് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇതിനു മുമ്പ് ആവശ്യമാണ്. പ്ലാസ്മഫെറസിസ്, അതുപോലെ തന്നെ ആൻറ്റിബോഡി റിമൂവ് ചെയ്യാനായിട്ടുള്ള വേറെ ചെറിയ സ്പെസിഫിക് ആയിട്ട് കോളംസ് യൂസ് ചെയ്യാറുണ്ട്. ആൻറ്റിബോഡിയുടെ അളവ് കുറയ്ക്കാനായിട്ട് ചില ഇഞ്ചെക്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്യാറുണ്ട്. പക്ഷേ പറ്റുമെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ചേരുന്ന ഒരാളെ ഡോണറായിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളൊരു സർജറി ചെയ്യുന്നത് യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് സർജനാണ്. ഇതൊരു 4-5 hours നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ്. കിഡ്നി റിമൂവ് ചെയ്യുന്നത് ലാപ്രോസ്കോപ്പിക്കലിയാണ്, കീ ഹോൾ സർജറി വഴിയാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് അത് റെസിപ്പിയനിൽ അത് പ്ലേസ് ചെയ്യും. മൊത്തം ഈ പ്രൊസീജിയറിനൊരു 5 to 6 hours വരെ എടുക്കാറുണ്ട്. ഈ ട്രാൻസ്പ്ലാന്റിന് ശേഷം ഒരു വിത്തിൻ അബൌട്ട് 2 weeks കിഡ്നി ഫങ്ഷൻസ് എല്ലാം നോർമലാവും. പേഷ്യൻറ്റിനെ മിക്കവാറും ഡിസ്ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ട്രാൻസ്പ്ലാന്റേഷന് ശേഷം പേഷ്യൻസ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ചില മരുന്നുകളുണ്ട്. ഇതിന് ഇമ്മ്യൂണോസപ്രസീവ് മെഡിക്കേഷൻസ് എന്ന് പറയും. ഇമ്മ്യൂണോസപ്രസീവ് മെഡിക്കേഷൻസിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ കിഡ്നി റിജക്റ്റ് ചെയ്യാനായിട്ട് ടെൻഡൻസി എപ്പോഴും നമ്മുടെ ബോഡിയിലുണ്ടാവും. ഇതൊരു ഫോറിൻ ഓർഗനാണ്, നമ്മുടെ ശരീരത്തിന് അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പുതിയ ഫോറിൻ ഓർഗനെ അല്ലെങ്കിൽ ഫോറിൻ ടിഷ്യൂവിനെ റിജക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ബോഡിക്ക് ഉണ്ടാവും. ആൻറ്റിബോഡീസ് ഉണ്ടാവും, ടി സെൽസ് കൂടുതൽ ആക്ടിവേറ്റഡ് ആവും. ഇങ്ങനെയുള്ള പ്രോസസ്സ് എല്ലാം ഒന്ന് സപ്രസ് ചെയ്യാനായിട്ട് ഇമ്മ്യൂണോസപ്രസീവ് മെഡിക്കേഷൻസ്, പലതരത്തിലുള്ള ഇമ്മ്യൂണോസപ്രസീവ് മെഡിക്കേഷൻസ് കഴിക്കേണ്ടി വരും. സാധാരണ കൊടുക്കേണ്ടി വരുന്ന സ്റ്റീറോയിഡ്സ്, പിന്നെ കാൽസിന്യൂറിൻ ഇൻഹിബിറ്റേഴ്സ് എന്ന് വരുന്ന ഗ്രൂപ്പിൽ വരുന്ന ടാക്രോളിമസ് അല്ലെങ്കിൽ സൈക്ലോസ്പോറിൻ എന്നുള്ള മരുന്ന്, പിന്നെയുള്ളത് മൈക്കോഫെനോലേറ്റ് മോഫറ്റൈൽ അല്ലെങ്കിൽ മൈക്കോഫെനോലേറ്റ് സോഡിയം, അസത്തായപ്രിൻ, പിന്നെ എവരോലിമസ്, ഇങ്ങനെയുള്ള മരുന്നുകളാണ് സാധാരണ കൊടുക്കേണ്ടി വരുന്നത്. ട്രാൻസ്പ്ലാന്റിൻ്റെ സമയത്ത് വേറെ ചില ഇഞ്ചെക്ഷൻസ് കൊടുക്കാറുണ്ട്. അതായത് ഇൻഡക്ഷൻ ഇമ്മ്യൂണോസപ്രഷൻ എന്ന് പറയും. അത് ആൻറ്റി തൈമോസൈറ്റ് ഗ്ലോബുലിൻ അല്ലെങ്കിൽ ബാസിലിക്സിമാബ് എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻസൊക്കെയാണ് അത് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ അത് ഓൺ ഡേ ഓഫ് സർജറി മാത്രം സാധാരണ കൊടുക്കാറ്. അത് കഴിഞ്ഞ് മറ്റുള്ള മരുന്നുകൾ പേഷ്യൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സാധാരണ ഒരു 2 ആഴ്ച കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് പേഷ്യൻസിന് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കാറുണ്ട്. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അവർ റെഗുലറായിട്ട് ചെക്കപ്പിന് പോകണം. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഒരു പുതിയ കിഡ്നി കിട്ടി, കിഡ്നി ഫങ്ഷൻ നോർമലായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. റെഗുലറായിട്ട് ചെക്കപ്പിന് പോകണം. ഞങ്ങൾ സാധാരണ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു മാസം ആഴ്ചയിൽ 2 പ്രാവശ്യവും, പിന്നത്തെ ഒരു മാസം ആഴ്ചയിൽ ഒരിക്കൽ, പിന്നെ 2-3 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ, പിന്നെ ആദ്യത്തെ ഒരു 6 മാസത്തേക്ക് once in 3 to 4 months, പിന്നെ 6 months to 1 year once a month, ആഫ്റ്റർ 1 year once in 2 months ഒക്കെയാണ് സാധാരണ ചെക്കപ്പിന് വരാനായിട്ട് പറയാറുള്ളത്. അപ്പോൾ ഈ സമയത്ത് വരുമ്പോഴെല്ലാം കിഡ്നി ഫങ്ഷൻസ്, ബ്ലഡ് കൗണ്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർ ഇമ്മ്യൂണോസപ്രസീവ് മെഡിക്കേഷൻസ് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ ആ റിസ്ക് കുറയ്ക്കാനായിട്ട് കുറച്ച് പ്രിക്കോഷൻസൊക്കെ അവർ ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതായത് കൂടുതൽ തിക്കും തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകാതിരിക്കുക, പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ചൂടുള്ള ആഹാരം മാത്രം കഴിക്കുക, തണുത്ത ആഹാരം കഴിക്കരുത്. ഒരു സദ്യക്കൊക്കെ കഴിയുന്നിടത്തോളം പോവുകയാണെങ്കിൽ തന്നെയും അവിടെയും വളരെ ശ്രദ്ധാപൂർവ്വം മാത്രമേ ആഹാരം കഴിക്കുക. എന്തെങ്കിലും ഫീവറോ ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ ഉടനെ അത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഒരു ഫസ്റ്റ് 2 weeks സർജിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം, ബ്ലീഡിങ് ഉണ്ടാവാം, ഇൻഫെക്ഷൻ ഉണ്ടാവും, വൂണ്ട് സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവും, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാം, ന്യൂമോണിയ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ആ സമയത്തേക്ക് വേണ്ടി വരും. ചിലർക്ക് അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ റിജക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കിഡ്നി ഉടനെ സ്വീകരിക്കണം നിർബന്ധമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും ഇമ്മ്യൂണോസപ്രസീവ് മെഡിക്കേഷൻസ് എല്ലാം കൊടുത്തിട്ട് തന്നെയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. എന്നാൽ തന്നെയും ചിലപ്പോൾ ശരീരം ഈ കിഡ്നി സ്വീകരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ക്രിയാറ്റിൻ പെട്ടെന്ന് കൂടും. അപ്പോൾ ചിലപ്പോൾ അത് ബയോപ്സി ചെയ്ത് നോക്കുമ്പോൾ റിജക്ഷൻ ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ആൻറ്റി തൈമോസൈറ്റ് ഗ്ലോബുലിൻ, ചിലപ്പോൾ പ്ലാസ്മഫെറസിസ്, ഹൈ ഡോസ് സ്റ്റീറോയിഡ്സ് എല്ലാം കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ മറ്റ് കോംപ്ലിക്കേഷൻസ്. അപ്പോൾ കിഡ്നി ഫെയിലിയർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അവർക്ക് അതായത് ഇതിന് പോകാനുള്ള കോൺട്രാഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ്.
അപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് പോകുന്ന ആൾക്കാർ ചൂസ് ചെയ്യേണ്ടത്, ഒന്ന് അവർ ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സ്ഥലമാണോ, അതായത് വേണ്ട രീതിയിൽ ആഴ്ചയിൽ 2 or 3 ട്രാൻസ്പ്ലാന്റൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അത് അവരുടെ എക്സ്പീരിയൻസിനെയാണ് കാണിക്കുന്നത്. 2, ആ ഹോസ്പിറ്റലിലെ ട്രാൻസ്പ്ലാന്റ് സർവൈവൽ റേറ്റ് എങ്ങനെയുണ്ടെന്ന് ഉള്ളത് നോക്കുന്നതും അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. 95% ആണ് ഇപ്പോഴത്തെ സർവൈവൽ റേറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഹോസ്പിറ്റലിനെ ആയിരിക്കും എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. പിന്നെ റെഗുലർ ഫോളോ അപ്പും വളരെ ആവശ്യമാണ്. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞുകൊണ്ട് എല്ലാം കഴിഞ്ഞു തീർന്നു എന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല. റെഗുലർ ഫോളോ അപ്പ് വേണം. റെഗുലറായിട്ട് എപ്പോഴും ദേ ഹാവ് ടു ബി ഇൻ ടച്ച് വിത്ത് ഡോക്ടർ ആൻഡ് ട്രാൻസ്പ്ലാന്റിൽ മറ്റ് ഡോക്ടേഴ്സും കോർഡിനേറ്റേഴ്സായിട്ടുള്ള എപ്പോഴും അവർ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് വളരെ വർഷങ്ങളോളം വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. എൻ്റെ അനുഭവം തന്നെ 10-20 വർഷം കഴിഞ്ഞവർ റെഗുലറായിട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഫോളോ അപ്പിന് വരുന്നുണ്ട്. CMC വെല്ലൂർ 1970 ട്രാൻസ്പ്ലാന്റ് ചെയ്ത mid-70s ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരാൾ ഈയിടെ മരിച്ചുപോയി. അതായത് 45 വർഷത്തോളം അദ്ദേഹം ജീവിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ റിസൾട്ട് നേരത്തെക്കാളും വളരെ വളരെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ വേണ്ട രീതിയിൽ പ്രിക്കോഷൻസ് എല്ലാം എടുത്ത് മരുന്നെല്ലാം കഴിച്ച് ഫോളോ അപ്പ് ഒക്കെ റെഗുലറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗുഡ് ക്വാളിറ്റി ലൈഫോടെ വളരെ വർഷങ്ങളോളം ട്രാൻസ്പ്ലാന്റ് ചെയ്തവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു.